ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു 53,700 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് 90 ക്വാണ്ടിറ്റി ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 1081.97 1082 എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ചെറിയൊരു മൈനസിൽ റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഞാൻ മാർക്കറ്റിനെ രാവിലെ തൊട്ടേ ഫോളോ അപ്പ് ചെയ്യുവാണ്. മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ സിസ്റ്ററിൻ്റെ ഫ്രണ്ടിലുണ്ട്. പക്ഷേ ഒരു ഫോളിങ് മാർക്കറ്റ് ആയിരിക്കും എന്നായിരുന്നു എൻ്റെയും ഒരു ഓവറോൾ ഒരു വ്യൂ. പക്ഷേ നമ്മളുടെ സെറ്റപ്പ് ഫോം ആയില്ല, നമുക്ക് സെറ്റപ്പ് ഒന്നും കിട്ടിയില്ല. ജസ്റ്റ് എവിടെയെങ്കിലും റാൻഡംലി പോയി ബൈ ചെയ്യുന്നതിൽ അർത്ഥമില്ല. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മളുടെ പ്രോപ്പർലി നമ്മളുടെ ഒരു സെറ്റപ്പിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളുടെ മാർക്കറ്റ് റിവേഴ്സായി ഇപ്പോൾ ഒരു 1000+ അടുപ്പിച്ചൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സായി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിലും നമുക്കിനിപ്പോൾ അതിൻ്റെ അകത്തൊരു റിഗ്രറ്റ് ഇല്ല. കാരണം പ്രോപ്പർ സെറ്റപ്പിന് മേളിൽ പ്രോപ്പർ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചായിരിക്കും നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കുന്നത്. ജസ്റ്റ് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ വയ്ക്കുന്നത്. ജസ്റ്റ് വീണ്ടും നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷവും അതൊരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഫോം ആവുന്നുണ്ട്. എനിവേയ്സ് കുഴപ്പമില്ല, ഏതായാലും നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ആയിട്ട് ഏതായാലും റെഡിയാണ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരു ട്രേഡിംഗ് കരിയർ? എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? അത്യാവശ്യം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അതോ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പ്രയോജനമുണ്ടോ? ഏതെങ്കിലും ഒരു ട്രേഡിൽ എൻട്രി എടുക്കാൻ സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അതൊന്ന് നമ്മളുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാൻ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ അകത്ത് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് മെസ്സേജ് അയച്ചാൽ വലിയ കാര്യമായിരിക്കും. നമുക്ക് നിങ്ങളുടെയും കൂടെ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളും വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെയും ഇപ്പോഴത്തെ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായേനെ. വേണമെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ നല്ലൊരു കാര്യമായിരിക്കും. വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. കാരണം അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് എനിക്ക് ആ വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൂടെ കിട്ടുക. അപ്പോൾ അത് ചുമ്മാ പറയുന്നതല്ല. ഇപ്പോൾ ഈ ഒരു ട്രേഡ് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള സൈക്കോളജി ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് ട്രേഡിങ് സൈക്കോളജി, ഓൾറെഡി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രേഡിൽ നമ്മളുടെ ഒരു ഹാർഡ് ഏൺ മണി ഇതിൻ്റെ അകത്ത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈക്കോളജി നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെയാണ് നമ്മളൊരു വീഡിയോയും കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സോ ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ടാണ്, വലിയ എഫേർട്ടൊന്നും പറയുന്നില്ല, ചെറിയൊരു എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. അപ്പോൾ ആ ഒരു ലൈക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു യൂസ്ഫുൾ ആവണമെന്നുണ്ടെന്ന്. സോ അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം. നമുക്ക് ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയെ ഇതിൽ ബിൽഡ് ചെയ്തെടുക്കണം. നമുക്ക് എല്ലാവർക്കും ട്രേഡിംഗ് അറിയാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന, വലിയ പ്രോഫിറ്റൊന്നും നമ്മൾ ലക്ഷങ്ങളോ കോടികളോ ഒന്നും അല്ല. ഫൈൻ, ഇപ്പോഴാണ് എൻ്റെ ഇതൊരു ശ്രദ്ധയിൽപ്പെട്ട ട്രേഡേഴ്സ്. നമ്മൾ സ്പോട്ടിൻ്റെ പ്രീമിയത്തിൻ്റെ ചാർട്ടിലാണല്ലോ ഇത് വച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ 50 പോയിൻറ്റ്സിൻ്റെ ആണല്ലോ ടാർഗറ്റ് വയ്ക്കേണ്ടത്. സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 25-30 പോയിൻറ്റ്സ് വയ്ക്കാം. ഞാൻ പ്രീമിയത്തിൻ്റെ ചാർട്ടാണെന്ന് വിട്ടുപോയി. ഞാൻ സ്പോട്ടിൻ്റെ ചാർട്ട് വയ്ക്കുന്ന പോലെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും തന്നെയാണ് നേരത്തെ വെച്ചിരുന്നത്. ഓക്കെ, ഇപ്പോൾ അത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്, ഒന്നും കൂടെ പറഞ്ഞുതരാം. സ്പോട്ടിൻ്റെ ചാർട്ടിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 100 പോയിൻറ്റ്സ് ആണ് നമ്മൾ എയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, പ്രീമിയത്തിൻ്റെ ചാർട്ടിലേക്ക് വരും അതിൻ്റെ പകുതി ആയിരിക്കും. മനസ്സിലായല്ലോ? ഇപ്പോൾ നമ്മൾ സ്പോട്ടിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 പോയിൻറ്റ്സ് ആണെങ്കിൽ, സ്പോട്ടിൻ്റെ അകത്ത് വരുമ്പോൾ നമ്മളൊരു 50 പോയിൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ്. എനിവേസ് ഞാനൊരു ഫിഗർ പറഞ്ഞതാണ്. അപ്പോൾ അതെ, സ്പോട്ടിൻ്റെ ചാർട്ട് എന്താണെന്നും പ്രീമിയത്തിൻ്റെ ചാർട്ട് എന്താണെന്നും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രൈസിൻ്റെ മൊമെൻറ്റവും ക്യാൻഡിലിൻ്റെ ഫോർമേഷനും പ്രൈസ് ഏത് മൊമെൻറ്റമാണ് ചെയ്യുന്നതെന്നും ഒക്കെ ഇവിടെ വിസിബിളാണ്. അതിൻ്റെ കൂടെ തന്നെ അത് ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഓരോ പാറ്റേണും ക്യാൻഡിൽസിനെ നിങ്ങൾക്ക് വിസിബിളാണ്. പ്ലസ് പ്രോഫിറ്റാണോ ലോസാണോ എന്നും കൂടെ സൈഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇപ്പം പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും മെൻഷൻ ചെയ്യുന്നത്. സോ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നമുക്കതിനെ ക്ലിയർ ചെയ്ത് എനിക്കറിയാവുന്നിടത്തോളം ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ
നോ വറീസ്. ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് ഒരു 1083 റേഞ്ചിലാണ് കിട്ടിയത്. നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1130 വരും. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 1130 വരും. നല്ലൊരു അത്യാവശ്യം ഒരു 1000+ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ആ ഒരു സെയിം ക്യാൻഡിൽ തന്നെ ഇപ്പോൾ ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുന്നുണ്ട്. എനിവേസ് കുഴപ്പമില്ല. നമ്മളുടെ നല്ലൊരു ഫോള് താഴത്തോട്ട് നമുക്ക് എഗനിസ്റ്റായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. എനിവേസ് ട്രേഡ് എടുത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് കഷ്ടിച്ചാവുന്നേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സെറ്റപ്പിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. വേറൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും കൂടെ നോക്കാം. ഇനി അതല്ല, ഇത് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോൾ പ്രോപ്പർലി ഒരു ടാർഗറ്റിൽ ഇറങ്ങുക, സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്ന കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാക്സിമം ആൾക്കാരിലേക്കും കൂടെ നമുക്ക് എത്തിച്ചു കൊടുക്കാം. നമുക്കൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ട് എല്ലാവർക്കും ഇതിൽ നിന്നൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയും കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആവുന്നു, നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ വരട്ടെ. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ജസ്റ്റ് ഇപ്പോൾ ഒരു 1300 അടുപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ആ സെയിം റിജക്ഷൻ ക്യാൻഡിൽ തന്നെ ഇപ്പോൾ ഒരു നമ്മൾക്ക് ഫേവറായിട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമ്മളിതിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു 4000+ൻ്റെ ഒരു 4500 4000+ൻ്റെ ഒരു ടാർഗറ്റാണ് നമ്മൾ ഈ ഒരു ഓവറോൾ ട്രേഡിൽ ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വലിയൊരു വീഡിയോ ആയി പോകണ്ട. ഫൈൻ. ഞാനെങ്കിൽ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട് ട്രേഡേഴ്സ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റിൽ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ കിട്ടിയിട്ടുണ്ട്. എനിവേസ് 2000 അടുപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഒരു 90 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2300 2000+ ഒരു 3000 അടുപ്പിച്ച് നമുക്ക് പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങിയാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ട ആവശ്യം വന്നില്ല. മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരു 2500 അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റും റൺ ചെയ്യുന്നുണ്ട്. ഒരു 3000+ൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് നമുക്ക് ആവറേജ് ആയിട്ട് 1081 അല്ലെങ്കിൽ ഒരു 82 എന്ന് പറയുന്ന റേഞ്ചിലാണ് നമുക്ക് നമ്മളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1130 1130 1130 റൈറ്റ്. ഒരു 3000 മേളിൽ പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. 1130 ആണ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 1081.97 1000 റൈറ്റ്. നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്തേക്കാം. ട്രേഡേഴ്സ് വെരി ക്ലോസ് ടു നമ്മളുടെ ടാർഗറ്റിൻ്റെ വളരെ ക്ലോസ് എത്തിയിട്ടുണ്ട്. 3800 3900 റൈറ്റ് 1025 28 1 പോയിൻ്റ് അവേ ഫ്രം ദാറ്റ്. ഓക്കെ ഫൈൻ. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. ഒരു 4300 പ്രോഫിറ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡർ ബുക്ക് 12:38 നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തു. 12:46 നമ്മളുടെ ട്രേഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടെ ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് ഇന്ന് രാവിലെ ഓപ്പൺ ആയതിനു ശേഷം കണ്ടിന്യൂസ് ഫോളിങ് മാർക്കറ്റ് ആയിരുന്നു. എൻ്റെ ഒരു വ്യൂ മാർക്കറ്റ് താഴത്തോട്ട് വരും എന്നായിരുന്നു. പക്ഷേ സെറ്റപ്പ് ഫോം ചെയ്യാതെ നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഇന്നലത്തെ പ്രീവിയസ് ഡേ ലോയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരുമായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം ഏതെങ്കിലും ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നു. മാർക്കറ്റ് ഇവിടെ വന്നു, റിട്രേസ് ചെയ്തു, താഴത്തോട്ട് പോയി ഈ ഒരു പോർഷനിൽ എത്തിയപ്പോൾ നമ്മളുടെ സെറ്റപ്പ് ഫോം ചെയ്തു. നമുക്ക് ട്രേഡിൽ എൻട്രി കിട്ടിയ 12:38 റൈറ്റ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇതിൻ്റെ ലോയൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. അതിനൊരു വെറുതെ അവിടെ പോയി എൻട്രി എടുത്തതല്ല. ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു പാറ്റേൺ ഫോം ആയിരിക്കുന്നത്. ഈ ലോയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ആ ഡബിൾ ടോപ്പിൻ്റെ പാറ്റേണിൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ ട്രേഡിൽ എൻട്രി എടുത്തത്. ശരിക്കും ഒന്ന് എക്സാക്ട്ലി ഒന്ന് വരച്ച് കാണിച്ചാൽ
ഇതാ കണ്ടോ, ഒരു ഡബിൾ ടോപ്പ് ഫോമായി. ആ ഡബിൾ ടോപ്പിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം ലോയെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ജസ്റ്റ് മേളിലേക്ക് വന്നു. ആ മേളിലേക്ക് വന്ന് ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് സാധാ വയ്ക്കുന്ന പോലെ തന്നെ അവിടെ നിന്ന് ഒരു ഫോളിങ് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളുടെ ഒരു 50 പോയിൻറ്റ്സ് 30 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് വെച്ച് 12.46 നമ്മളുടെ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഇന്ന് ഒരു 4000+ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു.